കേന്ദ്രത്തിന്റെ ഭാരത് റൈസിന് വെട്ടാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കെ റൈസ് ഇന്നു മുതൽ വിപണിയിലെത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിതരണോദ്ഘാടനം നിർവഹിക്കും. ഓരോ റേഷൻ കാർഡിനും ഒരു മാസം 5 കിലോ അരി വീതം സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം നടത്താനാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് അരിയേക്കാൾ ഗുണമേന്മയുള്ള അരിയാണ് കെ റൈസ് എന്ന് മന്ത്രി GR അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എല്ലാ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 5 കിലോ എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ അത് വിതരണം ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്നാൽ കേരളത്തിലെ എല്ലാ കാർഡുടമകൾക്കും 10 കിലോ അരി സബ്സിഡൈസ്ഡ് റേറ്റിൽ കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ്. കേരളത്തിലെ സപ്ലൈകോ അടക്കമുള്ള പൊതുമേഖലാ സംരംഭങ്ങൾ OMS സ്കീം അനുസരിച്ച് FCIയിൽ നിന്ന് ലേലത്തിലെടുക്കുന്ന അരിയാണ് ഭാരത് റൈസായിട്ട് വന്നിരിക്കുന്നത്. ആ അരി നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണോ എന്ന് ആളുകൾ അനുഭവിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ ഒരുക്കുന്ന ഈ ശബരി കെ റൈസ്. അതിൽ പാലോട് വിശദാംശങ്ങളുമായി. അതിൽ മന്ത്രിയുടെ അവകാശവാദം നമ്മൾ കേട്ടു. പക്ഷേ അതിൽ നമ്മൾ പരിശോധിച്ച് അല്ലെങ്കിൽ വേവിച്ചറിയേണ്ടത് ഇതിന് വേവ് കൂടുതൽ ഏതിനാണ് എന്നുള്ളത്, ഗുണമേന്മ കൂടുതൽ ഏതിനാണ് എന്ന്. എന്തടിസ്ഥാനത്തിലാണ് GR അനിൽ ഇതിനാണ് ഗുണമേന്മ എന്ന് പറയുന്നത്? അനിൽ തിന്നു നോക്കിയിട്ടുണ്ടോ? ഭാരത് റൈസ് റേഷൻ കടകളിൽ കൊടുക്കുന്ന അരിയാണ്. അത് 10 രൂപ നിരക്കിൽ റേഷൻ കടകളിൽ കൊടുക്കുന്ന അരിയാണ് ഭാരത് റൈസായി വിപണിയിൽ എത്തിക്കുന്നത് കേന്ദ്രം എന്നതാണ് ഭക്ഷ്യമന്ത്രിയുടെയും ഭക്ഷ്യവകുപ്പിൻ്റെയും ഒരു ആരോപണവും വിമർശനവും. എന്നാൽ ഇപ്പോൾ കെ റൈസ് വഴി നൽകുന്നത് ജയ അരിയാണ്. ആളുകൾ സുഭിക്ഷമായി കഴിക്കുന്ന അരിയാണ്. ജയ, കുറുവ, മട്ട അരി ഇനങ്ങളാണ് നൽകുന്നത് എന്ന വാദമാണുള്ളത്. ഏതായാലും അവിടെ അത് മാറ്റിവെച്ചാൽ തന്നെ സപ്ലൈകോ സ്റ്റോറുകളിൽ 10 കിലോ അരി വീതം സാധാരണഗതിയിൽ എല്ലാ മാസവും നൽകുന്ന പദ്ധതിയുണ്ട്. ഇപ്പോൾ സപ്ലൈകോ പ്രതിസന്ധിയിലായതിനെ തുടർന്ന് മുടങ്ങിയിരിക്കുകയാണ്. ആ 10 കിലോ അരി തന്നെയാണ് ഇപ്പോഴും നൽകുന്നത്. അതിന് കെ റൈസ് എന്നൊരു പേരും പാക്കറ്റും വരുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. ഭാരത് റൈസ് വന്നതോടുകൂടി ഒരു ബദൽ നീക്കം, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഒരു ബദൽ നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നു. അങ്ങനെ കെ റൈസ് എന്ന പേര് പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ വിതരണോദ്ഘാടനം നടത്തുന്നു. തത്വത്തിൽ ഇത് നേരത്തെ കൊടുത്തിരുന്ന 10 കിലോ അരി തന്നെയാണ്. അതിലെ 5 കിലോ അരി കെ റൈസ് പാക്കറ്റിൽ കൊടുക്കും. ബാക്കി 5 കിലോ അരി പച്ചരിയായി, സാധാരണ നമ്മൾ പലഹാരങ്ങൾക്കൊക്കെ പൊടിച്ചുപയോഗിക്കുന്ന പച്ചരിയായി 5 കിലോ അരി സബ്സിഡി റേറ്റിൽ തന്നെ കൊടുക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്ന വസ്തുത. ഇതിൻ്റെ നിരക്ക് ജയ അരി 29 രൂപ, കുറുവ, മട്ട അരി ഇനങ്ങൾ 30 രൂപ നിരക്കിലാണ് കൊടുക്കുക. ആളുകൾക്കിത് ഏത് വേണമെന്ന് ചോദിച്ചു വാങ്ങാം. ഒരു മാസം 5 കിലോ അരിയാണ് കിട്ടുക. അടുത്ത മാസം 2-3 മാസം ഇത് നിലനിൽക്കൂ എന്നാണ് പൊതുവേ ഉള്ള സംസാരം. നമുക്ക് മനസ്സിലാകുന്നതും അങ്ങനെ തന്നെയാണ്. ഏതായാലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി 12 മണിക്ക് VJT ഹാളിലാണ്, അയ്യങ്കാളി ഹാളിലാണ് തിരുവനന്തപുരത്ത് ഇതിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുക. ഇതിന്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുന്ന ഒരു മാസം മാത്രമല്ലേ ഇതിന്റെ വിതരണമുള്ളൂ, അതോ ഇനി അങ്ങോട്ട് ഇങ്ങനെയാണെന്നുണ്ടോ? അതെ, അടുത്ത മാസങ്ങളിലൊക്കെ കൊടുക്കുമെന്നാണ് പ്രഖ്യാപനം. ഈ 5 കിലോ അരി വീതം ഓരോ കിറ്റിൽ കൊടുക്കുന്നു, കെ റൈസ് എന്ന പേരിൽ ഓരോ കിറ്റിൽ കൊടുക്കുന്നു എന്നതാണ്. അടുത്ത മാസങ്ങളിലൊക്കെ പ്രതിമാസം 5 കിലോ വീതം കൊടുക്കും ഓരോ മാസവും എന്നാണ് പ്രഖ്യാപനം. പക്ഷേ അതങ്ങനെ നീണ്ടുപോകാൻ ഇടയില്ല എന്നാണ് പൊതുവെ വരുന്നു. ഭാരത് റൈസിനെ വെട്ടാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 മണിക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിതരണോദ്ഘാടനം നിർവഹിക്കും. ഓരോ റേഷൻ കാർഡിനും ഒരു മാസം 5 കിലോ അരി വീതം സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം നടത്താനാണ് പദ്ധതി.